നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് കുവൈറ്റ് പ്രഖ്യാപിച്ച യാത്രാവിലക്കിൽ നിരവധി പ്രവാസികളാണ് നാട്ടിൽ കുടുങ്ങിയത്. ഇതേ തുടർന്ന് തൊഴിലാളി ക്ഷാമം കുവൈറ്റിൽ രൂക്ഷമാണെന്ന് റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു അധ്യാപകരുടെ ഒഴിവ് എന്നത്. ഇതേ തുടർന്ന് വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയ 2000-ലേറെ പ്രവാസി അധ്യാപകർക്ക് തിരിച്ചു വരാൻ വഴിയൊരുക്കുകയാണ് അധികൃതർ. ഇതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അപേക്ഷ കൊറോണ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സുപ്രീം കമ്മിറ്റി അംഗീകരിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ തീരുമാനം കൈക്കൊണ്ടത്. നിർദ്ദേശപ്രകാരം 2217 പ്രവാസി അധ്യാപകർക്ക് കുവൈറ്റിലേക്ക് തിരികെ എത്താൻ കഴിയുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ അലി അൽ മുഹ്തഫിനെ ഉദ്ധരിച്ച് അൽ ഖബസ് പത്രം റിപ്പോർട്ട് ചെയ്തു. ഓഗസ്റ്റ് അവസാനത്തോടെ പുതിയ അക്കാദമിക വർഷം തുടങ്ങുന്നതിന് മുമ്പായി ഇവരെ തിരികെ എത്തിക്കാനാണ് നീക്കം. കുവൈറ്റിന് പുറത്തായിരിക്കെ 6 മാസം കഴിഞ്ഞവരും വിസ കാലാവധി തീർന്നവരും ഉൾപ്പെടെയുള്ള അധ്യാപകർക്ക് രാജ്യത്തേക്ക് തിരിച്ചു വരാൻ സുപ്രീം കമ്മിറ്റി അനുവാദം നൽകിയതായി നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരുന്നു. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപക ക്ഷാമം രൂക്ഷമാണെന്നും വിദേശങ്ങളിലുള്ള അധ്യാപകരെ തിരികെ വരാൻ അനുവദിക്കണമെന്നും കഴിഞ്ഞ ദിവസം മന്ത്രി കമ്മിറ്റിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നായിരുന്നു മന്ത്രിതല സുപ്രീം കമ്മിറ്റിയുടെ നടപടി. അധ്യാപകരുടെ സ്പെഷ്യലൈസേഷനുകൾ പരിഗണിച്ച് സ്കൂളുകളിൽ നിലവിലുള്ള ഒഴിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രവാസി അധ്യാപകരെ അധികൃതർ തിരിച്ചു വിളിക്കുന്നത്. സ്കൂളുകളുമായി ആലോചിച്ച ശേഷം ഇവരുടെ പട്ടിക മന്ത്രാലയം പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. നേരത്തെ സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി കുവൈറ്റി അധ്യാപകരിൽ നിന്ന് ലഭ്യമായ 372 പേരെ സ്കൂളുകളിൽ നിയമിച്ചിരുന്നു. എന്നാൽ വ്യത്യസ്ത വിഷയങ്ങളിൽ ആവശ്യമായ അധ്യാപകരെ കുവൈറ്റിൽ നിന്ന് ലഭ്യമാക്കാൻ സാധിച്ചിരുന്നില്ല. ഇതേ തുടർന്നാണ് നാട്ടിൽ കുടുങ്ങിയ പ്രവാസികളെ തിരികെ എത്തിക്കാൻ അധികൃതർ അനുമതി നൽകിയത്. അതേസമയം നാട്ടിൽ വെച്ച് വിസ കാലാവധി കഴിഞ്ഞവർക്ക് പ്രത്യേക എൻട്രി പെർമിറ്റ് അനുവദിക്കുകയോ ഓൺലൈനായി വിസ പുതുക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുകയോ ചെയ്യാനാണ് നിലവിൽ ആലോചന. ആഭ്യന്തര മന്ത്രാലയവും സിവിൽ ഏവിയേഷൻ മന്ത്രാലയവുമായും സഹകരിച്ച് ഇതിന് വഴിയൊരുക്കുമെന്ന് മന്ത്രി ഉദ്ധരിച്ച് പത്രം റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അധ്യാപകരുടെ കുടുംബാംഗങ്ങൾക്ക് പ്രവേശനാനുമതി നൽകുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രവാസി അധ്യാപകർ യാത്രാ നിരോധനം കാരണം കുവൈറ്റിലേക്ക് മടങ്ങാൻ സാധിക്കാതെ സ്വന്തം നാടുകളിൽ കുടുങ്ങിയതായാണ് റിപ്പോർട്ട് വ്യക്തമാകുന്നത്. അതിനാൽ തന്നെ ഈ വാർത്ത പ്രവാസി അധ്യാപകർക്ക് ഏറെ ആശ്വാസം പകരുന്നതാകും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.